നീണ്ട 10 വർഷം പിണറായി ഭരണം അവസാനിപ്പിച്ച് യു.ഡി.എഫിന്റെ കരുത്തുറ്റ മുന്നേറ്റമാണ് കേരളം കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചു. ഗവർണർ രാജി സ്വീകരിച്ചു. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചു. ഇന്നലെ പുറത്തുവന്ന തിരഞ്ഞെടുപ്പ് ഫലം അനുസരിച്ച് 102 സീറ്റുകൾ നേടിയാണ് യു.ഡി.എഫ് അധികാരം പിടിച്ചെടുത്തത്. എൽ.ഡി.എഫ് 35 സീറ്റിലും എൻ.ഡി.എ 3 സീറ്റിലും വിജയിച്ചു. ശക്തമായ ഭരണവിരുദ്ധ തരംഗമാണ് ഇത്തവണ പ്രതിഫലിച്ചത്. സംസ്ഥാനത്ത് യു.ഡി.എഫ് തരംഗം ആഞ്ഞു വീശിയപ്പോൾ കടപുഴകി വീണത് 13 മന്ത്രിമാരാണ്. സിറ്റിംഗ് സീറ്റുകളിൽ ഉറച്ച വിജയപ്രതീക്ഷയോടെ വീണ്ടും ജനവിധി തേടിയ മന്ത്രിമാരാണ് കൂട്ടത്തോടെ പരാജയപ്പെടുന്നത്. വ്യവസായ മന്ത്രി പി രാജീവ് കളമശ്ശേരിയിൽ പരാജയപ്പെട്ടത് എൽ.ഡി.എഫ് ക്യാമ്പിനെ അമ്പരപ്പിച്ചു. ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു ഘട്ടത്തിൽ പോലും ലീഡ് നേടിയില്ല. കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ തിരൂരിലും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിലും പരാജയപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേമത്തും, ഇടുക്കിയിൽ മന്ത്രി ജോഷി അഗസ്റ്റിനും, ഏറ്റുമാനൂരിൽ സഹകരണ മന്ത്രി വി എൻ വാസവനും പരാജയപ്പെട്ടു. ഇടത് കോട്ടയായിട്ടുള്ള ഏലത്തൂരിൽ വനം വകുപ്പ് മന്ത്രി എ കെ ശശിധരനും, പത്തനാപുരത്ത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും, ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പരാജയപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷും, മൃഗസംരക്ഷണ മന്ത്രി ജെ ചിഞ്ചു റാണി, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളും എന്നിവരും പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. മുഖ്യമന്ത്രി അടക്കം 7 മന്ത്രിമാർ മാത്രമാണ് വിജയിച്ചത്. മുഖ്യമന്ത്രി പോലും ഓരോ ഘട്ടത്തിൽ പരാജയ ഭീഷണി നേരിട്ടിരുന്നു. മുഹമ്മദ് റിയാസ് കഷ്ടിച്ചാണ് വിജയിച്ചത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി വൻ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിച്ചു. അതേസമയം യു.ഡി.എഫ് സ്ഥാനാർത്ഥികൾ പലയിടത്തും 1,50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മലപ്പുറത്ത് മത്സരിച്ച പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് 85,327 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിച്ചു. നിയമസഭാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് മുൻപ് കെ ശൈലജ നേടിയ 60,963 വോട്ടുകളുടെ റെക്കോർഡാണ് ഇതോടെ തകർന്നത്. പി സിദ്ദീഖ്, ചാണ്ടി ഉമ്മൻ, ഉമാ തോമസ് എന്നിവരും ലീഗിന്റെ നിരവധി എം.എൽ.എമാരുമൊക്കെ തന്നെ 1,00,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിക്കുകയും ചെയ്തു. എൽ.ഡി.എഫിന് ഒപ്പമുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിച്ച 12 സീറ്റുകളും പരാജയപ്പെട്ടു. പാലായിൽ ജോസ് കെ മാണിയുടെ പരാജയം മുന്നണിയിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. അതേസമയം ബി.ജെ.പി കേരള നിയമസഭാ ചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ്. കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ എന്നീ 3 മണ്ഡലങ്ങളിൽ ബി.ജെ.പി വിജയിച്ചു. എന്നാൽ ബി.ജെ.പിക്ക് ഒപ്പം മത്സരിച്ച 2020-യും ബി.ഡി.ജെ.എസും നിലംപതിച്ചു. പാലക്കാട് വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ശോഭ സുരേന്ദ്രനെ രമേശ് പിഷാരടി പരാജയപ്പെടുത്തി. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടു. സി.പി.എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. 90 സീറ്റുകളിൽ മത്സരിച്ച അവർക്ക് 26 സീറ്റുകളിലാണ് വിജയിക്കാനായത്. എന്നാൽ 27 സീറ്റുകളിൽ മത്സരിച്ച മുസ്ലിം ലീഗ് ആകട്ടെ 22 ഇടത്തും വിജയിച്ച് മികച്ച വിജയശതമാനം കരസ്ഥമാക്കി. കോൺഗ്രസ് ആകട്ടെ തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സീറ്റിംഗ് നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് പശ്ചിമ ബംഗാളിലൊക്കെ മമതാ ബാനർജിയെ അട്ടിമറിച്ച് ബി.ജെ.പി അധികാരം പിടിച്ചു. അസാമിൽ ഭരണം നിലനിർത്തുകയും ഉണ്ടായി. തമിഴ്നാട്ടിൽ 49 വർഷത്തെ ദ്രാവിഡ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കൊണ്ട് ദളപതി വിജയുടെ തമിഴക വെട്രിക്കഴകം ഭരണത്തിലേക്ക് ഉയരുകയാണ്. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.